ദിവസങ്ങളായി കേരള സർക്കാരിനെയും കേരള പോലീസിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്ന വിഷയമാണ് ശബരിമലയിലെ പ്രതിസന്ധി. ഓരോ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുമ്പോഴും മറ്റ് പ്രധാന വിഷയങ്ങൾ സന്നിധാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ശബരിമലയിലെ 18-ാം പടിക്ക് മേൽക്കൂര നിർമ്മിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കേരള പോലീസ്. പുതുതായി നിൽക്കുന്ന കൽത്തൂണുകൾ തീർത്ഥാടകരെ പടി കയറ്റിവിടുന്ന പോലീസിന് ബുദ്ധിമുട്ടാകുന്നുവെന്നാണ് സേനയുടെ നിലപാട്. 18-ാം പടി വഴി തീർത്ഥാടകരെ കയറ്റുന്നതിൽ പോലീസിന് വേഗത പോരെന്ന് ദേവസ്വം ബോർഡ് വിമർശിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് പുതിയ വിശദീകരണവുമായി പോലീസ് എത്തുന്നത്. തീർത്ഥാടകരെ 18-ാം പടി കയറ്റാനായി പോലീസ് മുൻപിരുന്നിരുന്നത് ഇപ്പോൾ തൂണുകൾ സ്ഥാപിച്ച സ്ഥലത്താണ്. ഈ സ്ഥലത്തിരുന്ന് തീർത്ഥാടകരെ ഉയർത്തി മുകളിലേക്ക് കയറ്റിവിടുകയായിരുന്നു പോലീസ് ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് നടക്കുന്നില്ല. ഇത് കാരണം പടികയറ്റത്തിലെ വേഗത കുറഞ്ഞു. തൂണുകൾ വെച്ചതോടെ പോലീസിന് ബുദ്ധിമുട്ടായെന്ന് SP വിശദീകരിച്ചു. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് 1 മിനിറ്റിൽ 75 പേരെങ്കിലും കയറ്റണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടതും അതിന് കഴിയില്ലെന്ന് ADGP വ്യക്തമാക്കിയതും. ഇതിന് പിന്നാലെയാണ് പോലീസിന് ബുദ്ധിമുട്ടായ കൽത്തൂണുകൾ മാറ്റണമെന്ന ആവശ്യം ഉയരുന്നത്. ഈ കൽത്തൂണുകൾക്കെതിരെ ഹൈക്കോടതിയിൽ കേസുമുണ്ട്. അപൂർണമായി നിൽക്കുന്ന ഈ തൂണുകൾ തങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നുവെന്നാണ് പോലീസിന്റെ പരാതി. ശബരിമലയിൽ 18-ാം പടിക്ക് മുകളിൽ ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കുന്ന സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി നടപടികൾ തുടങ്ങിയിരുന്നു. ഇതിനെതിരെ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് കോടതിയുടെ നടപടി. വിഷയത്തിൽ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും വിശദീകരണവും തേടി. ഇതിനിടെയാണ് പോലീസും ഇതിനെ എതിർക്കുന്നത്. മഴയും കാറ്റുമുള്ള സമയത്ത് പടിപൂജ നടത്താൻ പ്രായോഗിക ബുദ്ധിമുട്ടുള്ളതിനാലാണ് 18-ാം പടിക്ക് മുകളിൽ താൽക്കാലിക ഹൈഡ്രോളിക് മേൽക്കൂര സ്ഥാപിക്കുന്നതെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നൽകുന്ന വിശദീകരണം. കനത്ത മഴയുള്ളപ്പോൾ തീർത്ഥാടകർക്ക് പടി കയറാൻ സാധിക്കാത്ത സാഹചര്യം ഒഴിവാക്കാനും കഴിയുമെന്നും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ അറിയിച്ചു. വിഷയത്തിൽ വിശദീകരണത്തിന് സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് കേസ് 19ലേക്ക് മാറ്റി. ഇതിനിടെയാണ് പോലീസും എതിർപ്പുമായി രംഗത്ത് വരുന്നത്. കൊത്തുപണികളോടെയുള്ള കൽത്തൂണുകൾക്ക് മുകളിൽ ഹോൾഡിംഗ് റൂഫ് അടക്കമുള്ളതായിരുന്നു പദ്ധതി. നിലവിൽ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായ പടിപൂജ ടാർപോളിൻ കെട്ടിയാണ് നടത്തുന്നത്. പുതിയ മേൽക്കൂര വന്നാൽ പൂജകൾ സുഗമമായി നടത്താനാകും. ഇതോടൊപ്പം സ്വർണം പൂശിയ 18-ാം പടിയുടെ സംരക്ഷണവും ഉറപ്പാക്കാം. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനി വഴിപാടായാണ് ഇത് നിർമ്മിക്കുന്നത്.